കോട്ടയം ലോക്സഭാ സീറ്റിനെ ചൊല്ലി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ തർക്കം. കോട്ടയം സീറ്റ് ആവശ്യപ്പെട്ട സജി മഞ്ഞക്കടമ്പൻ രംഗത്തെത്തി. എക്കാലത്തും തനിക്ക് കേരള കോൺഗ്രസിൽ നേരിടേണ്ടി വന്നത് അവഗണനയാണെന്ന് മഞ്ഞക്കടമ്പൻ തുറന്നടിച്ചു. അടുത്ത കാലത്ത് പാർട്ടിയിലെത്തിയ ഫ്രാൻസിസ് ജോർജിനേക്കാൾ മത്സരിക്കാൻ യോഗ്യൻ താനാണെന്നും സജി മഞ്ഞക്കടമ്പൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. കോട്ടയത്ത് മത്സരിക്കാനുള്ള ആഗ്രഹം പി ജെ ജോസഫിനെ അറിയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് കാഹളം ഉയരുകയാണ്. ഈ ഘട്ടത്തിൽ സീറ്റിനായി പല ആളുകളും രംഗത്ത് വന്നു കഴിഞ്ഞു. ഇപ്പോൾ നമുക്കൊപ്പം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ ചേരുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കോട്ടയം സീറ്റ് നൽകാൻ UDF ധാരണയായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മത്സരിക്കാൻ താങ്കൾ തയ്യാറാണോ? പിന്നെ തീർച്ചയായിട്ടും പാർട്ടിക്ക് സീറ്റ് ഉണ്ടെങ്കിൽ മത്സരിക്കണമെന്ന് ഞാൻ ആദ്യമേ പാർട്ടി ചെയർമാൻ്റെ മുമ്പിൽ ആഗ്രഹം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് പാർട്ടിക്ക് സീറ്റാണെന്ന് തീരുമാനം വന്നതിന് ശേഷം ചർച്ച ചെയ്യാം, പരിഗണിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേര് ഫ്രാൻസിസ് ജോർജിൻ്റെ പേരാണ്. അദ്ദേഹം അടുത്ത കാലത്ത് ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്നും ഈ ജോസഫ് വിഭാഗത്തിലേക്ക് എത്തിയതാണ്. താങ്കൾ ആദ്യഘട്ടം മുതൽ ജോസഫിനൊപ്പം ഉള്ളയാളാണ്. താങ്കളെ അവഗണിച്ച് ഫ്രാൻസിസ് ജോർജിന് സീറ്റ് നൽകുകയാണെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ കഴിയുമോ? അല്ല, ഫ്രാൻസിസ് ജോർജ് അയോഗ്യനാണെന്ന് എനിക്ക് ഒരു അഭിപ്രായമില്ല. ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെ ഇപ്പോൾ സീറ്റ് ആഗ്രഹിക്കുന്ന ആളിലൊക്കെ കഴിഞ്ഞ തവണ അസംബ്ലി തെരഞ്ഞെടുപ്പ് മത്സരിച്ചവരാണ്. കഴിഞ്ഞ തവണ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്നോട് തയ്യാറാകാൻ ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം സീറ്റ് തരാൻ തയ്യാറാണ്. പക്ഷേ അന്നേരം ദൗർഭാഗ്യവശാൽ സീറ്റ് ഇറച്ചി വന്നപ്പം പൂഞ്ഞാർ സീറ്റ് അത് കോൺഗ്രസിന് വിട്ടു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു. മാറുന്നതാണ്. അപ്പം അങ്ങനെ മാറുന്ന ഒരാളെന്ന നിലയിൽ തീർച്ചയായിട്ടും എനിക്ക് സീറ്റ് ലഭിക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എനിക്ക് ശേഷം പാർട്ടിയിലേക്ക് വന്ന ആൾക്കൊക്കെ സീറ്റ് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് അതുകൊണ്ട് ഇത്തവണ എന്നെ തീർച്ചയായും പരിഗണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫ്രാൻസിസ് ജോർജ് അടുത്ത കാലത്ത് പാർട്ടിയിലേക്ക് വന്നതാണ്. താങ്കൾ ഈ പാർട്ടി പിളർന്നപ്പോൾ ആദ്യം മുതൽ ജോസഫിനൊപ്പമുള്ള ആളാണ്. പ്രഥമ പരിഗണന നൽകേണ്ടത് താങ്കൾക്കല്ലേ? അല്ല, കോട്ടയം ജില്ലയിലെ ഈ പാർലമെൻറ്റ് സീറ്റ് സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഇപ്പോൾ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്ന ആളുകൾ ആരും അയോഗ്യരാണെന്ന് ഞാൻ പറയുന്നില്ല. അവരെക്കാളൊക്കെ യോഗ്യൻ ഞാനാണ് എന്ന് പറഞ്ഞാൽ അർഹത എനിക്കാണെന്ന് ഞാൻ പറയുന്നുണ്ട്. അതിന് പാർട്ടി ചെയർമാൻ നിശ്ചയിക്കട്ടെ, അർഹത ആർക്കാണെന്ന് നിശ്ചയിക്കട്ടെ. അദ്ദേഹം എടുക്കുന്ന തീരുമാനത്തിനൊപ്പം ഞാൻ ഉണ്ടാവും. എല്ലാ കാലഘട്ടത്തിലും പാർലമെൻ്ററി ജനാധിപത്യത്തിൽ മത്സരിക്കാൻ രംഗത്ത് വരുന്ന ആളാണ് ഫ്രാൻസിസ് ജോർജ്. അദ്ദേഹം ഇടുക്കിയിൽ മത്സരിച്ചു, അവിടെ പാർലമെൻറ്റിൽ മത്സരിച്ചു. ഇപ്പോൾ അദ്ദേഹം മറ്റൊരു ജില്ലയിൽ നിന്നും ഇവിടേക്ക് മത്സരിക്കാൻ വരികയാണ്. താങ്കളെപ്പോലുള്ള ആളുകളുടെ അവസരം നിഷേധിക്കപ്പെടുകയാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ പാർട്ടി നേതൃത്വം തീരുമാനിക്കട്ടെ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു, ഫ്രാൻസിസ് ജോർജിന് അദ്ദേഹം അയോഗ്യനാണെന്നോ അദ്ദേഹം കൊള്ളുകയെന്നോ ഞാൻ പറയാൻ ഞാനാളല്ല. അദ്ദേഹത്തിന് യോഗ്യതയുണ്ട്. പക്ഷേ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും മത്സരിക്കാൻ പറ്റാത്ത ഒരാളാണ്. അപ്പോൾ ഇത്തവണ കോട്ടയത്ത് പാർലമെൻറ്റ് സീറ്റ് കേരള കോൺഗ്രസ് ലഭിച്ചപ്പോൾ മത്സരിക്കാനുള്ള സാധ്യത എനിക്കുണ്ട്. എനിക്ക് തരാൻ പാർട്ടിക്ക് എനിക്ക് തരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച താങ്കളെപ്പോലെയുള്ള കോട്ടയം ജില്ലയിൽപ്പെട്ട ആളുകളെയല്ലേ ആദ്യം പരിഗണിക്കപ്പെടേണ്ടത്? അല്ല, അതാണല്ലോ ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ നിന്നുള്ള ആളെന്ന നിലയിലും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ്, UDF കോട്ടയം ജില്ലാ ചെയർമാൻ എന്ന നിലയിലും എനിക്ക് മത്സരിക്കാനുള്ള സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു അവസരം നൽകണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും തനിക്ക് മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട് കോട്ടയത്ത്. അതുകൊണ്ട് കോട്ടയം ജില്ലക്കാരനായ തനിക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് എന്നാണ് സജി മഞ്ഞക്കടമ്പൽ പറഞ്ഞു വെക്കുന്നത്. ക്യാമറമാൻ സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.